ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാനുള്ള ഒരു യോഗ്യതയും നിനക്കില്ല. നിന്റെ സ്ഥാനം ഈ പടിക്ക് പുറത്താ. പക്ഷേ നിന്നെ ഞാൻ പിടിച്ച് പുറത്താക്കുന്നില്ല. വേണമെങ്കിൽ നിനക്കിവിടെ നിൽക്കാം. എന്റെ മകന്റെ ഭാര്യയായിട്ടല്ല, പഴയതുപോലെ തൃച്ചംബരത്തെ വേലക്കാരിയായിട്ട്. അമ്മ നിൽക്ക. ഒരു വലിയ സന്തോഷത്തിൽ നിന്ന് ഉടൻ തന്നെ ഇങ്ങനൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ പറയേണ്ടതൊക്കെ പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ മനുഷ്യനായി ജനിക്കുന്നതിൽ എന്തർത്ഥം? എന്താ നിനക്ക് പറയാനുള്ളത്? കല്യാണിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയത് തൃച്ചംബരത്തെ അടുക്കളക്കാരിയാക്കാനല്ല, എന്റെ ഭാര്യയായി ജീവിക്കാനാ. അത് ഞാൻ തെളിയിച്ചു തരികയും ചെയ്തു. ഇനിയും അങ്ങനെ തന്നെ ജീവിക്കും. തോൽപ്പിക്കാനും അപമാനിക്കാനും ശ്രമിച്ചാൽ കീഴടങ്ങുന്നവനല്ല ഈ തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണൻ. അതൊരിക്കൽ കൂടി മനസ്സിലാക്കിക്കോ. വാ കല്യാണി. വിളിഞ്ഞു നിൽക്ക. മാഡം, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ഞാൻ മാഡത്തിന്റെ മകനെ അപഹരിച്ചു കൊണ്ടുപോയതാണെന്ന് മാഡം പറഞ്ഞു. അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. പക്ഷേ നശിപ്പിക്കപ്പെട്ടെങ്കിലും തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറിയവള ഞാൻ. തൃച്ചംബരത്തെ മൂത്ത മരുമകളാകാൻ എന്തൊക്കെയാ പരമാവധി യോഗ്യത അതെനിക്കറിയണം. മാഡത്തിന്റെ പേരിൽ കേസ് കൊടുത്തതില് എനിക്ക് കുറ്റബോധമുണ്ട്. അതിന് ഞാൻ മാപ്പ് ചോദിക്കാം. എനിക്ക് ആനന്ദകൃഷ്ണന്റെ ഭാര്യയായി ജീവിക്കണം ജീവിതകാലം മുഴുവൻ. അതിന് എന്തൊക്കെ യോഗ്യതയാണ് വേണ്ടതെന്ന് വെച്ചാ അത് ഞാൻ നേടും. ഇതെന്റെ പ്രതിജ്ഞയാണ്, കല്യാണിയുടെ പ്രതിജ്ഞ. തൃച്ചംബരത്തെ ആനന്ദകൃഷ്ണന്റെ ഭാര്യയാവാൻ മാഡം നിശ്ചയിക്കുന്ന എല്ലാ അഗ്നിപരീക്ഷയ്ക്കും ഞാൻ തയ്യാറാണ്. അതുവരെ മാഡം പറഞ്ഞതുപോലെ ഞാനിവിടെ ഒരു വേലക്കാരിയായി ജീവിക്കും. തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണനും അഖിലാണ്ടേശ്വരിയും പോലെ തന്നെയാണ് ഞാനും എന്റെ വല്യുകുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം. മരണം വരെ എനിക്ക് എന്റെ വല്യുകുഞ്ഞിന്റെ കൂടെ ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് ഒരിക്കൽ കൂടി മാഡത്തിന്റെ യോഗ്യതാ പരീക്ഷണങ്ങൾക്കായി ഞാനിവിടെ നിൽക്കാൻ തീരുമാനിക്കുന്നു. അടുക്കളക്കാരിയായി വല്യുഞ്ഞെന്നെ അനുഗ്രഹിക്കണം. ഇതൊരിക്കലും എന്റെ നിഷേധമായിട്ട് കാണരുത്.
എന്തു വേണം? ഒരന്യനെ പോലെ എന്നെ കാണരുത് ബ്രോ. ഞാൻ ബ്രോയോട് മാപ്പ് ചോദിക്കാനാ വന്നേ. ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ബ്രോയോട് ഒരു വാക്കുപോലും എതിർത്ത് സംസാരിച്ചിട്ടില്ല. ബ്രോയ്ക്ക് സങ്കടം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിച്ചിട്ടുമില്ല. അമ്മ മരിച്ചു കിടന്നപ്പോ ബ്രോ പട്ടടയ്ക്ക് പോലും തീ കൊളുത്താൻ വരാതിരുന്നപ്പോ എന്റെ നിയന്ത്രണം വിട്ട് ഞാനെന്തൊക്കെ പറഞ്ഞുപോയി. ബ്രോ, എനിക്ക് മാപ്പ് തരണം. മാപ്പ്. പിന്നെ എനിക്കതൊക്കെ സഹിക്കാൻ കഴിയുന്നാണോ നീ കരുതുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷെ ബ്രോയ്ക്ക് എന്നേക്കാളേറെ മനക്കരുത്തുണ്ട്. ആ സമയത്ത് ബ്രോ എന്നോടൊപ്പം ഇല്ലാതെ മാറിയുന്നില്ലേ? അതൊക്കെ എന്റെ ഹൃദയം കയറി മുറിക്കുന്നതിന് തുല്യമായിരുന്നു. നമുക്കുണ്ടായ ഏത് പ്രതിസന്ധികളിലും നമ്മൾ ഒരുമിച്ച് നിന്നവരാ. എനിക്കുണ്ടായതും ഞാൻ ഉണ്ടാക്കി വെച്ച എല്ലാ ഏടാകൂടങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് ബ്രോയായിരുന്നു. ഒരു കൈവെള്ളയിൽ എന്ന പോലെ ബ്രോ എന്നെ കാത്തത്. അതുപോലെ തന്നെ ബ്രോയുടെ എല്ലാ കാര്യങ്ങളിലും ഞാനും കൂടെ ഉണ്ടായിരുന്നില്ലേ? സത്യത്തില് എന്നും ഞാൻ ബ്രോയുടെ ചിറകിൻ കീഴിലായിരുന്നു. ബ്രോയുടെ തണലിലെ എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. തൃച്ചംബരത്ത് ആനന്ദകൃഷ്ണന്റെ അനുജൻ എന്ന ഐഡന്റിറ്റിയില്ല ഞാൻ വളരാൻ ആഗ്രഹിച്ചതും വളർന്നതും. എന്റെ ആദർശ പുരുഷൻ അച്ഛനായിരുന്നില്ല, അത് ഈ നിൽക്കുന്ന ബ്രോയാ. ഞാൻ നമ്മുടെ അമ്മയോട് വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അതെന്നും എന്റെ ബ്രോയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. ബ്രോയുടെ സ്നേഹമില്ലാതെയും ബ്രോയോട് പിണങ്ങി എനിക്ക് ജീവിക്കാനാവില്ല. അതിനും ഭേദം മരണമാ. ഇന്ന് അമ്മ നമ്മളെ രണ്ടുപേരും ചേർത്ത് പിടിച്ചപ്പോ എല്ലാ പിണക്കങ്ങളും അവസാനിച്ചു എന്ന് കരുതിയതാ. ഇങ്ങനെയൊരു ക്ഷമാപണം അവിടെ വെച്ച് ചെയ്യണമെന്ന് ഞാൻ കരുതിയതാ. പക്ഷേ ഇപ്പോഴും ബ്രോ ഇങ്ങോട്ട് പോകുന്നു. അത് അമ്മയുടെ കാര്യത്തിലുണ്ടായ തെറ്റിദ്ധാരണയാ എന്നെയും നിന്നെയും മാനസികമായി അകറ്റിയത്. ഒരർത്ഥത്തിൽ അത് തെറ്റായ ധാരണകളായിരുന്നില്ല. രാജരാജേശ്വരി നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. എനിക്ക് രണ്ടുപേരെയായിരുന്നു വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്യേണ്ടിയിരുന്നത്. ഒരു ഭാഗത്ത് കല്യാണി, മറുഭാഗത്ത് അമ്മ. ആരാണ് ശരി, ഏതാണ് ശരിയെന്ന കൺഫ്യൂഷൻ, ചില്ലറ മാനസിക സമ്മർദ്ദങ്ങളല്ല എനിക്കുണ്ടാക്കി തന്നത്. അമ്മ മടങ്ങി വന്നപ്പോ എല്ലാം അവസാനിച്ചു എന്ന് സന്തോഷിച്ച അതേ നിമിഷത്തിൽ പുതിയ പരീക്ഷണങ്ങൾ ഉയർന്നു വന്നു. കല്യാണി എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നറിയാം, അമ്മയുടെ മനസ്സിൽ കല്യാണിയെ ഒഴിവാക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളൂ. അമ്മയുടെ മൂത്ത മരുമകളാകാൻ ഇനി എന്ത് യോഗ്യതാ പരീക്ഷയാണെന്നറിയില്ല. അങ്ങനെയൊക്കെയുള്ള ആത്മസംഘർഷത്തിലാണ് ഞാനിപ്പോ. എനിക്ക് നിന്നോട് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഒരു നിമിഷം പോലും ഞാൻ നിന്നെ മനസ്സുകൊണ്ട് വെറുത്തിട്ടില്ല. എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നിന്റെ ബ്രോ അല്ലടാ ഞാൻ. ബ്രോ, അതെ, ഒരു ചലഞ്ച് ഏറ്റെടുത്ത് ഏട്ടതിയോട് അടുക്കളക്കാരായിട്ട് നിൽക്കുമ്പോ ബ്രോയും അവിടെ ഉണ്ടാവണം. അത് ഏട്ടതിക്കൊരു ആശ്വാസം മാത്രമല്ല,
അതൊരു വലിയ ധൈര്യം കൂടി ആയിരിക്കും ബ്രോ. അതുകൊണ്ട് ബ്രോ അങ്ങോട്ട് മടങ്ങി വരണം. നമ്മൾ ഒരുമിച്ച് നിന്ന് എല്ലാ പ്രതിസന്ധികളും മാറും. നമ്മളെല്ലാം അങ്ങോട്ട് മറികടക്കും. ഏതായാലും നീ അങ്ങോട്ട് ചെല്ല. എനിക്കിവിടെ ചില കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട്. അനിയൻകുട്ടന്റെ സുരക്ഷിതത്വം, അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യണം. സുബ്രുവിനെപ്പോഴും അവന്റെ പിന്നാലെ നടക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ഒന്ന് ഓർഡർ ആക്കിയിട്ട് ഞാൻ വരാം. നീ ചെല്ല. ശരി ബ്രോ, ഞാൻ വിളിക്കാം. എന്നിട്ട് ഓ എല്ലാവരും എങ്ങനെ? ഓ അല്ല, പ്രതികരണം? ഓ അത് ശരി. അപ്പോ അവിടെ തന്നെ. ശരി ശരി, അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, വരട്ടെ, പിന്നെ വിളിക്കാം. പ്രിയങ്കി, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്തെന്താ ഒരു പരിഭ്രമം പോലെ? കാര്യങ്ങൾ അറിഞ്ഞോ? തൃച്ചംബരത്ത് അഖില തിരിച്ചെത്തിയിരിക്കുന്നു. ഞാൻ അറിഞ്ഞു. വിലാസിനി ആന്റി ആയിരുന്നു ഇപ്പൊ ഫോണില്. എല്ലാ കാര്യങ്ങളും വിശദമായി വിലാസിനി ആന്റി എന്നോട് പറഞ്ഞു. രാജരാജേശ്വരിയുടെ അമ്മയെ വരെ അഖില കണ്ടെത്തി പോലീസിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഗുരുതരമാവും. രാജരാജേശ്വരിയുടെ മരണം സ്വാഭാവിക മരണമല്ല, അതൊരു കൊലപാതകമാണ്. പോലീസ് അന്വേഷണം ഐജിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അവരിങ്ങോട്ടേ ആദ്യം വരും, അതുറപ്പാ. കുറ്റവാളികളെ കണ്ടെത്താനാണ് പോലീസ് സേന, അതവര് കണ്ടെത്തട്ടെ. പ്രിയങ്കേ, അതാത് സമയത്ത് ഐജിയെ എല്ലാം അറിയിച്ചാണ് അഖില കാര്യങ്ങൾ നീക്കിയത്. രാജരാജേശ്വരിക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് നമ്മളാണെന്ന് അഖിലയ്ക്ക് അറിയാമല്ലോ. അപ്പൊ പോലീസ് നിശ്ചയമായിട്ടും ഇങ്ങോട്ടേ വരൂ ആദ്യം, സംശയം വേണ്ട. അതല്ല ശ്രീയേട്ടാ, പോലീസല്ല നമ്മുടെ പ്രതിയോഗികൾ. നമുക്കെതിരെ തെളിവുകളില്ലെങ്കിൽ പോലീസിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതല്ല വിഷയം. അടിമുടി കെട്ടിവെച്ച കനത്ത ബന്ധങ്ങളെല്ലാം തകർത്ത് മരണക്കയത്തിൽ നിന്നും രക്ഷപ്പെട്ട് പൊങ്ങി വന്ന രണ്ടാം പാണ്ഡവന്റെ ഭാവത്തിലാ അഖിലയുടെ ഈ തിരിച്ചുവരവ്. ഒരു ഗദ കൊണ്ട് കൗരവപ്പടയെ മുക്കാൽ പങ്കും അടിച്ചു കൊന്നവനാ ഭീമൻ. ആ ഭാവമായി ഇപ്പൊ അഖിലയ്ക്ക്. അതുകൊണ്ട് നമ്മളിപ്പോ ഭയക്കേണ്ടത് പോലീസിനെ അല്ല, അഖിലയാ. എല്ലാ പ്രതികാരങ്ങളും മനസ്സിലിട്ട് കത്തി ജ്വലിപ്പിച്ച് അഖില ഒരു സംഹാര രുദ്രെ പോലെ നാഗമടത്തേക്ക് പാഞ്ഞു വരും. ആ അഖിലയെ തകർക്കാനുള്ള വഴികളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിലാസിനെ ആന്റി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അഖിലയെ മാത്രമല്ല നമ്മളിപ്പോ നേരിടേണ്ടത്. രണ്ട് പ്രതികാര ദുർഗകളാണ്. ഒന്ന് അഖിലയാണെങ്കിൽ മറ്റൊന്ന് കല്യാണിയാ. പ്രിയങ്ക എന്താ പറഞ്ഞു വരുന്നത്? അതെ ഗംഗെ, കല്യാണിയും തൃച്ചംബരത്ത് താമസമാക്കിയിരിക്കുന്നു. കല്യാണിയുടെ ലക്ഷ്യം വേറെ ആണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവൾക്ക് നമ്മളെയും നേരിടേണ്ടി വരും. കല്യാണി പണ്ട് നാഗമടത്ത് പ്രിയങ്കയുടെയും ഗംഗയുടെയും കാലിൽ കൊണ്ടൊരു മുള്ളു മാത്രമായിരുന്നു. പക്ഷെ ഇന്നവൾ നാഗമടത്തെ പെൺകുട്ടികളുടെ ശരീരം തകർക്കുന്ന ക്യാൻസറായിട്ട് മാറിയിരിക്കുക.
മനസ്സിലായോ? ഇപ്പൊ വീണ്ടും നമ്മുടെ മുമ്പില് ശത്രുക്കള് രണ്ടാണ്. ആ രണ്ടുപേരെയും നമ്മൾ തകർത്തേ പറ്റൂ. നാഗമടത്ത് നിന്ന് വിലാസിനെ ആന്റിയെ ഒഴിവാക്കണമെന്ന് നമ്മൾ ആലോചിച്ചതാ. പക്ഷേ ഈ അവസ്ഥയിൽ വിലാസിനെ ആന്റിയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അവരെ കൂടെ നിർത്തിയേ പറ്റൂ. അതിനു മുൻപ് അഖില നമ്മളെ തേടി വന്നാലോ? ഇനി പരീക്ഷണങ്ങൾക്കൊന്നും തയ്യാറാവാതെ ഒറ്റ ബുള്ളറ്റിലങ്ങ് തീർക്കണം. തീർത്തേ മതിയാവും. അഖിലയെ തിരയുന്ന അന്വേഷണ സംഘം ഒരു ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. അത് അഖിലയുടേതാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നെ പോലെ തന്നെ രൂപസാദൃശ്യമുള്ള എൻ്റെ ഒരു സഹോദരിയാണ് മരിച്ചത്.